എല്ലാവർക്കും നമസ്കാരം. M2Mന്റെ പുതിയൊരു കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ അമ്മമാർക്ക് ഉള്ള മെയിൻ ടെൻഷൻ എന്താണെന്നറിയാമല്ലോ, എന്താ പുതിയ സ്പെഷ്യൽ ഐറ്റംസ് കുട്ടികൾക്കും ഹസ്ബൻഡിനും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ വരെ നമ്മൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വീക്കെൻഡിൽ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കറിയാം നിങ്ങൾ ഓൾറെഡി ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എൻ്റെ സ്റ്റൈലിലൊന്നും ഉണ്ടാക്കി നോക്കും. ഞാൻ 100% ഗ്യാരണ്ടി പറയാണ്, ഇത് ശരിക്കും റെസ്റ്റോറൻറ്റിലെ നമ്മൾ മേടിക്കുന്ന ഗോബി മഞ്ചൂരിയൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ഞാനൊരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ, ആട്ട, പിന്നെ 3 സോസ്: സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ സവാളയും ക്യാപ്സിക്കവും തക്കാളിയും ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ, പച്ചമുളക്, പിന്നെ ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് പഞ്ചസാര, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് എണ്ണ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ബോയിൽ ആവാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ട. അത് ചെറുതായിട്ടൊന്ന് വേകാൻ തുടങ്ങുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്കത് നിർത്താം. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. ഇത് കണ്ടോ, ഇത് നമുക്ക് വേണ്ട ഒരു പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തുടയൊന്നും വേണ്ട, നമുക്ക് ഇതിനെയും ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പം ഈ വെന്ത കോളിഫ്ലവറിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സോയ സോസ്, കോൺഫ്ലവർ, നമ്മുടെ ഗോതമ്പ് പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരുപാട് സമയം വെക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം വെക്കുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. കണ്ടില്ലേ, സാധാരണ എനിക്ക് തോന്നുന്നു മിക്കവാറുള്ള റെസിപ്പിയിലൊക്കെ ഒരു മാരിനേഡ് പോലെ അവരാദ്യം ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കെന്തോ അത് തീരെ ഇഷ്ടമല്ല. വേറൊന്നുമല്ല, നമ്മൾ ഈ മഞ്ചൂരിയൻ ഉണ്ടാക്കി കഴിയുമ്പോൾ മീൻസ് കറിയെല്ലാം ആയി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ തൊലി പോലെ ഇതിങ്ങനെ മാറി മാറി നിൽക്കും, ഈ മാരിനേറ്റ് ചെയ്ത ആ ഒരു ഭാഗം. അപ്പം അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ തൊലിയായിട്ട് വേറെ സെപ്പറേറ്റ് മാറി മാറി ഇരിക്കത്തുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ എല്ലാം കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നിടം വരെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതപ്പോൾ നമ്മളെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ ആവശ്യമുള്ള എണ്ണ മാത്രം മതി, ബാക്കിയെല്ലാം എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള, ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, വെന്തങ്ങ് പോവൊന്നും വേണ്ട. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊന്ന് വഴറ്റി, കണ്ടില്ലേ, നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സോസുകളെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സോസ് ഒഴിച്ചു കഴിഞ്ഞ് ഉടനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറോ ബാക്കി വെജിറ്റബിൾസോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സോസിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രുചി കിട്ടത്തില്ല. അപ്പോൾ സോസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു 4-5 മിനിറ്റ് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. അത് നല്ലോണം അതിൻ്റെ പച്ചമണം, സോസിൻ്റെ മണമൊന്നും പിന്നെ ഉണ്ടാവരുത്. ആ ഒരു അവസ്ഥ വരെ നമ്മളതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ആരും ഒഴിവാക്കരുത് കേട്ടോ, കാരണം ഈ തക്കാളിയുടെയൊക്കെ ഒരു പുളിയൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇതാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തേ പറ്റൂ.
ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോബി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സോസൊക്കെ ഇതിൽ വെജിറ്റബിൾസിലും ഗോബിയിലും ഒക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കണം. അപ്പം മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇട്ടങ്ങ് കുഴച്ച് കളയരുത്, ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഗോബി എല്ലാം നല്ലോണം ഉടഞ്ഞങ്ങ് പോവും, അപ്പം കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി സത്യം പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് വേണ്ടത്ര നേരം ടോസ് ചെയ്യുക. അത് വേറെ ഒന്നുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലർക്ക് ഈ ഗോബി മഞ്ചൂരിയനിൽ ക്യാപ്സിക്കൊക്കെ ഈ കടിക്കാൻ കിട്ടുന്ന പാകത്തിന് കിടക്കുന്നതാണ് താല്പര്യം. കുറച്ചൊന്ന് വെന്ത് കിടക്കുന്നത് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരവും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം അത് അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. 100% ഷുവറാണ്, ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് ഇതിന് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പിന്നെ സോസിൻ്റെ അളവുകൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും താല്പര്യം. അപ്പം ആ ഒരു അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് വേരി ചെയ്യാം. അപ്പോൾ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.